വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 17 വരെയാണ്. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 10. എന്നാൽ അന്ന് ശബത്തായിരുന്നു. എന്നാൽ അന്ന് ശബത്ത് ആയിരുന്നു. വിയന്ന സവോണ, അതാണ് ആ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ്. അവിടെ ധാരാളം ആളുകൾ ദേശം കാണാനായിട്ട് എത്തും. എന്നാൽ അവിടെ ആ ടൂറിസ്റ്റ് സെൻ്ററിൻ്റെ വരുമ്പോൾ ആ ഗ്രാമമെല്ലാം അതിൻ്റെ അത്ഭുതങ്ങളെല്ലാം കാണുന്നതിന് മുമ്പ് നമ്മളവിടെ ചെല്ലുമ്പോൾ ധാരാളം കലാകാരന്മാരവിടെ ഇരിക്കും. അവരെല്ലാം പടം വരയ്ക്കുന്നവരാണ്, നമ്മളെ നോക്കി പടം വരയ്ക്കുന്നവരാണ്. ഒരാൾ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന നമ്മളെ നോക്കി വരയ്ക്കുന്ന കലാകാരൻ ചോദിക്കും, പടം വരയ്ക്കുന്ന ആൾ ചോദിക്കും, നിനക്ക് എത്ര മിനിറ്റ് സമയമുണ്ട്? അവൻ പറയും, എനിക്ക് 10 മിനിറ്റ് സമയമുണ്ട്. 10 മിനിറ്റ് സമയം എന്ന് പറയുമ്പോൾ ഈ പടം വരയ്ക്കുന്ന കലാകാരൻ ഈ മനുഷ്യൻ്റെ മുഖത്തോട്ട് 10 മിനിറ്റ് നോക്കിയിരിക്കും. പോയിട്ട് വാ, ഈ ഗ്രാമമെല്ലാം നടന്ന് കണ്ടിട്ട് വാ, നിനക്ക് പടം തരാമെന്ന് പറയും. ചെല്ലുമ്പോൾ പറയും, എനിക്ക് 20 മിനിറ്റ് സമയമുണ്ട്. 20 മിനിറ്റും ഈ പടം വരയ്ക്കുന്ന കലാകാരൻ മുഖത്ത് നോക്കി നിൽക്കും. പോയിട്ട് വാ, പടം തരാമെന്ന് പറയും. ചിലർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. 2 മണിക്കൂർ വരെ സമയമുള്ളവരുണ്ട്. അവരുടെ മുഖത്ത് 2 മണിക്കൂർ നോക്കിയിരിക്കും. പോയിട്ട് വാ, പടം തരാമെന്ന് പറയും. 10 മിനിറ്റുകാരൻ തിരിച്ചു വരുമ്പോൾ ഒരു പടം കിട്ടും, ഏകദേശം 1 രൂപ ഉള്ള പടം കിട്ടും. 20 മിനിറ്റുകാരൻ ഇരുന്നവൻ തിരിച്ചു വരുമ്പോൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റി ഉള്ള പടം കിട്ടും. 2 മണിക്കൂർ ഇരുന്നവൻ, അവന് പടം കിട്ടുമ്പോൾ അവനെ പോലെ ഒരു പടം കിട്ടും. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇതാ. എത്രമാത്രം ഇതിനകത്ത് നോക്കിയിരിക്കുമോ. ഹാൻസ് റൂഡി വെബർ പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരിതാണ്, ദ ബുക്ക് ദാറ്റ് റീഡ്സ് മീ. ഞാൻ വായിച്ച പുസ്തകമല്ല, എന്നെ വായിച്ച പുസ്തകമാണ്. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ, നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ അത് നമ്മെ വായിക്കുകയും പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ 3-ാമത്തെ അടയാളമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ബെഥേസ്ദ കുളക്കരയിലെ രോഗിയെ യേശു സൗഖ്യപ്പെടുത്തുന്നതാണ്. ഇതിനോട് ചേർന്ന് നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം 7 മുതൽ നമ്മൾ വായിക്കുന്നത് ശമരിയ സ്ത്രീയുമായുള്ള യേശുവിൻ്റെ സംവാദമാണ്. 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഉള്ള ധ്യാനം ഇതാണ്: ഹീലിംഗ് ബിയോണ്ട് ദ ടെറിറ്ററി. അതിർത്തികൾക്കപ്പുറമുള്ള സൗഖ്യത്തെ പറ്റിയാണ്. യഹൂദ ഇസ്രയേലിൻ്റെ അതിർത്തി ഒഴിവാക്കപ്പെട്ട സ്ഥാനമാണ്, അവിടെയുള്ള സൗഖ്യത്തെ പറ്റിയാണ്. 4-ാം അധ്യായം അതിൻ്റെ 44 വാക്യങ്ങളിൽ രാജഭൃത്യൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുകയാണ്. റോമൻ ഒഫീഷ്യലിൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെ പറ്റിയാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ധ്യാനം ഇതാണ്: ഹീലിംഗ് ബിയോണ്ട് ദ നേഷൻ. രാജ്യത്തിനപ്പുറമുള്ള സൗഖ്യത്തെ പറ്റിയാണ്. ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് യേശു കർത്താവിൻ്റെ സൗഖ്യത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ധ്യാനത്തിൻ്റെ തലക്കെട്ടതാണ് ഹീലിംഗ് ബിയോണ്ട് ദ ലോ. നിയമത്തിനതീതമായിട്ടുള്ള സൗഖ്യത്തെ പറ്റിയാണ്. ഹീലിംഗ് ബിയോണ്ട് ദ ലോ, നിയമങ്ങൾക്ക് അതീതമായ സൗഖ്യം. അന്ന് ശബത്ത് ആയിരുന്നു. ഈ കുളക്കരയിൽ കിടക്കുന്ന രോഗിയെ ഇന്ന് നമ്മുടെ വേദഭാഗവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ സൗഖ്യത്തെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ 3 ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. 1-ാമത്തെ ധ്യാനം ഇതാണ്: ദ അൺഫോർച്ചുനേറ്റ് അറ്റ് ബെഥേസ്ദ. ബെഥേസ്ദ കുളക്കരയിലെ നിർഭാഗ്യവാൻ എന്നാണ്. ദ അൺഫോർച്ചുനേറ്റ് അറ്റ് ബെഥേസ്ദ. വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 5-ാം അധ്യായം ആരംഭം. യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു ദേവാലയത്തിൽ ചെന്നു. പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളാണ്: പെസഹ, കൂടാരം പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. ഈ 3 പെരുന്നാളിനും 15 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാ പ്രായപൂർത്തിയായ യഹൂദന്മാരും പങ്കെടുക്കണം. യേശു കർത്താവിനെ പറ്റി നമ്മൾ ധ്യാനിക്കുന്നത് അവൻ സിനഗോഗിൽ ആരാധനയിൽ സംബന്ധിക്കുന്നു. ഇവൻ യെരുശലേം ദേവാലയത്തിൽ പറയപ്പെടുന്നത് പാസ് ഓവർ ഫെസ്റ്റിവലാണ്. പെസഹ പെരുന്നാളിൽ അവൻ പങ്കെടുക്കുമ്പോൾ അവൻ കണ്ണുടക്കുന്നത് ബെഥെസ്ദ കുളക്കരയിലെ നിർഭാഗ്യവാനായ
മനുഷ്യനിലാണ്. ഈ കുളത്തെപ്പറ്റി ഉള്ള രണ്ടർത്ഥങ്ങളാണ്. ബെഥെസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി, ബേത്ത് സദാ, ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനം. വേറൊരർത്ഥം കൂടെ ഉണ്ട്, ഒലിവിൻ്റെ ഭവനം. കരുണയുടെ ഭവനത്തിൻ്റെ കീഴിൽ ധാരാളം ആളുകൾ സൗഖ്യമാകാൻ വന്നിരിക്കും. അവിടുത്തെ ഒരു ലെജൻഡാണ്, അല്ലെ ഒരു മിത്താണ്, ഒരൈതിഹ്യമാണ്. ഈ കുളത്തിൽ ഒരു ദൂതൻ പ്രത്യേക സമയത്ത് വന്ന് വെള്ളമിളക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യപ്പെടും. ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ദേശത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കിടപ്പുണ്ട്. ഈ കുളത്തെപ്പറ്റി നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ കുളം പെരുന്നാളുകളുടെ സമയമാകുമ്പോൾ ഇറ്റ് ബിക്കെയിം ദ ഹീലിംഗ് സെൻറ്റർ. യെരുശലേം ദേവാലയത്തിൽ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ വരുമ്പോൾ ഇത് സൗഖ്യത്തിൻ്റെ തീരങ്ങളായി മാറും. എന്നാൽ പെരുന്നാളുകൾ കഴിയുമ്പോൾ ഇറ്റ് ബിക്കെയിം ജിംനാസ്റ്റിക് സെൻറ്റർ. ഇത് നമ്മൾ വായിക്കുന്നതാണ്, എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാകും. പെരുന്നാളുകൾ കഴിഞ്ഞു ആളനക്കം പോകുമ്പോൾ ഇത് വിനോദ കേന്ദ്രങ്ങളായി മാറുന്നു. ഈ രോഗികൾ കിടക്കുന്ന മണ്ഡപങ്ങളെല്ലാം കാണികളിരിക്കുന്ന ഇരിപ്പിടങ്ങളാകും. ഹീലിംഗ് സെൻറ്റർ ബിക്കെയിം ദ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ. ഇന്ന് നടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. സൗഖ്യങ്ങളാണ്, പക്ഷേ വിനോദ പരിപാടികൾ പോലാണ്. വിനോദങ്ങൾ സൗഖ്യങ്ങളും സൗഖ്യങ്ങൾ വിനോദങ്ങൾ പോലെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു ഒരുത്തനിൽ കണ്ണുടക്കിയാണ് 38 വർഷമായി കിടക്കുന്നവനിൽ. ഈ മനുഷ്യൻ്റെ, ഞാൻ ഉപയോഗിച്ച പദം ദ അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യവാൻ്റെ 2 പ്രത്യേകതകൾ ഈ ഭാഗത്ത് ഉണ്ട്. എന്താണ് 2 പ്രത്യേകതകൾ? ഒന്ന്, നമ്മൾ വായിക്കുന്നു 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, എന്നാൽ 32 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇൻവാലിഡ് ഫോർ 38 years. ഒന്നാമത്തെ ഈ നിർഭാഗ്യവാന്റെ, ഈ രോഗിയുടെ പ്രത്യേകത, ഹി വാസ് ഇൻവാലിഡ്, അപ്രസക്തനാണ്. അതിനു മുമ്പ് പറയുന്നുണ്ട്, വലിയൊരു കൂട്ടം, മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻവാലിഡ്സ്, അപ്രസക്തരായ ഒരു കൂട്ടം ഇവിടെ കിടപ്പുണ്ട്. എന്നിട്ട് അവിടെ ലിസ്റ്റാണ്, വ്യാധി പിടിച്ച ആളുകൾ, പാരലൈസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ, കുരുടര്, പലതരത്തിലുള്ള ആളുകൾ കിടക്കുന്ന സ്ഥലമാണ്. ഈ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്, ട്രാൻസ്ലേഷൻ ഇതാണ്, ഇൻവാലിഡ്, അപ്രസക്തനാണ്. ഈ മനുഷ്യന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ഭാഗം ആഴത്തിൽ വായിച്ചാൽ, ഹി ഹാസ് നോ നെയിം, അവന് പേരില്ല. ഹി ഹാസ് നോ പ്ലേസ്, അവന് സ്ഥലമില്ല. നോ ഇൻഫർമേഷൻ, അവനെ സംബന്ധിച്ച് ഒരു വിവരണമില്ല. ഈസ് ഡിസേബിൾഡ്, അവൻ അംഗഭംഗം വന്നവനാണ്, ബലമില്ലാത്തവനാണ്, തളർന്നു പോയവനാണ്, തഴയപ്പെട്ടവനാണ്. അവനെ കൂട്ടി വായിക്കുന്ന പേരാണ് ഇൻവാലിഡ്. ഹീസ് ഇൻവാലിഡ്, അപ്രസക്തനായി പോയവൻ. 38 years. യേശു 32 വയസ്സുണ്ടെന്ന് വെക്കുക. ഇത് കാണുമ്പോൾ അവനേക്കാളും 6 വർഷം മുമ്പ്, ഇവൻ ജനിക്കുന്നതിന് മുമ്പ്, യേശു ജനിക്കുന്നതിന് മുമ്പ് 6 വർഷം മുമ്പ് കിടപ്പ് തുടങ്ങിയവനാണ്. 6 വർഷം മുമ്പ് കിടപ്പ് തുടങ്ങിയ ഇൻവാലിഡായിട്ടുള്ള ആള്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, മറ്റ് പലരുടെ വാക്കുകളാലോ പ്രവർത്തനങ്ങളാലോ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളാലോ ഞാൻ ഇൻവാലിഡായി പോയോ, ഞാൻ അപ്രസക്തനായി പോയോ, ഞാൻ ഒതുക്കപ്പെട്ടു പോയോ, ഞാൻ തഴയപ്പെട്ടു പോയോ? എന്നിൽ കണ്ണുടക്കുന്ന ഒരു ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, നസറേത്തിലെ തച്ചൻ്റെ ദൈവം. ദ ജീസസ് ഈസ് ദ ഗോഡ് ഓഫ് ഇൻവാലിഡ്. ദൈവം ഇൻവാലിഡായവൻ്റെ ദൈവമാണ്, അപ്രസക്തനായവൻ്റെ ദൈവമാണ്. ദ പാരഡൈസ് ഈസ് ദ പ്ലേസ് ഓഫ് ഇൻവാലിഡ്സ്. അംഗഭംഗം വന്നവരുടെ, തകർക്കപ്പെട്ടവരുടെ, തള്ളപ്പെട്ടവരുടെ സ്ഥലത്തിൻ്റെ പേരാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ വെളിപാട് ദിവസം 7-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വലിയ കണ്ണീരുള്ള കൂട്ടമാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൂതൻ പറയുകയാണ്, ഇനിയും അവരുടെ കണ്ണിൽ എന്തുണ്ടാകിയില്ല? കണ്ണീര് ഉണ്ടാകിയില്ല. ഇനി അവർക്ക് കരച്ചിൽ ഉണ്ടാകിയില്ല. അപ്രസക്തരായി പോയ ആളുകൾ. എൻ്റെ ദൈവവചനം ഇന്ന് കേൾക്കുമ്പോൾ പലതരങ്ങളിൽ അപ്രസക്തരായി പോയിട്ടുള്ള ആളുകൾ, നമ്മളാകാം. പക്ഷേ എന്നെ തേടിയെത്തുന്ന ഒരു നസറേത്തിലെ
തച്ചൻ ഉണ്ട്. ഹി വാസ് ഇൻവാലിഡ്. രണ്ടാമത്തെ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഈ നിർഭാഗ്യവാന്റെ പ്രത്യേകത നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ അവൻ്റെ വാക്കുകൾ തന്നെ പറയുകയാണ്. അവൻ പറയുന്നു, ഞാൻ ഈ കുളത്തിൽ ഇറങ്ങാനായിട്ട് ഓടി വരുമ്പോൾ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഹി വാസ് നോട്ട് ലിവിങ് ഇൻ റിയൽ വേൾഡ്. അവൻ ഒരു യഥാർത്ഥ ലോകത്ത് ജീവിക്കുന്നവനല്ല. ഈ വാസ് ഇൻ യുട്ടോപ്പിയ. അവനൊരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. ഞാൻ ഈ 38 വർഷമായി നിൽക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. ഞാൻ എങ്ങനെയെങ്കിലും എന്നെങ്കിലും എൻ്റെ ഒരു ദിവസം വരും എന്നൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ വരുമ്പോഴത്തേന് മറ്റൊരുത്തൻ എൻ്റെ മുമ്പേ വന്ന് ഇറങ്ങുന്നു. അവൻ പറയുന്നു, ഐ ആം സ്ലോ, അതേഴ്സ് ആർ ഫാസ്റ്റ്. ഞാൻ സ്ലോയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ വരും, ഇനി അടുത്ത 38 വർഷം കിടന്നാലും എങ്ങനെ ഇവൻ ഇറങ്ങും? അവൻ തൻ്റെ വാക്കുകളിൽ പറയുകയാണ്, അവൻ ഒരു റിയൽ വേൾഡ് ജീവിക്കുന്നവനല്ല, അവൻ യഥാർത്ഥ ലോകത്ത് ജീവിക്കുന്നവനല്ല, അവൻ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവനാണ്. ഒരിക്കൽ പോലും അവന് ലക്ഷ്യം പ്രാപിപ്പാൻ സാധ്യമേ അല്ല. ഇവൾ പറയുന്നത് എന്താണ്? ഞാൻ 38 വർഷം സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ യഥാർത്ഥ വേൾഡിലല്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. യഥാർത്ഥ വേൾഡിലല്ലാതെ, നോട്ട് റിയൽ വേൾഡിലല്ലാതെ ജീവിക്കുന്നവനെ തേടിയെത്തിയവൻ്റെ പേരാണ് യേശു. അവനോട് പറഞ്ഞു, നീ ഒരു ഇൻവാലിഡ് ആയിരിക്കാം, നീ സാധ്യമല്ലാത്തൊരു സ്വപ്നത്തിൽ, ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം ജീവിക്കുന്നത്, പക്ഷേ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ കഷ്ടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ നമ്മൾ പറയും, ഓ എൻ്റെ ജീവിതം എല്ലാം തകർന്നു. ഈ കൊറോണ സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കാണ്, എല്ലാം പോയി, ഒന്നുമില്ല. നമുക്ക് വലിയ പ്രയാസമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തെപ്പറ്റി കൊച്ചു പരിഭവങ്ങളുണ്ടോ? എൻ്റെ ജീവിതം എന്തേ ഇങ്ങനായി? എൻ്റെ ജീവിതം എന്തേ തകർന്നു? എന്തേ ഞാൻ ഇൻവാലിഡായി? മറ്റുള്ളവരുടെ ആക്രമണത്താലോ എൻ്റെ ചെയ്തികളാലോ ഞാൻ എന്തേ തകർന്നു? എന്തേ ഞാനിങ്ങനായി? ജീവിതം മുഴുവൻ സീലിംഗ് കണ്ട് കിടക്കുന്ന ആളുകളുണ്ട് എന്ന് മറക്കരുത്. ദ അൺഫോർച്ചുനേറ്റ് ഇൻ ബെസ്തൈദ. He was not valid, he was invalid, he was not living in real world. രണ്ടാമത്തത് ഇന്റർവെൻഷൻ ഇൻ ബെത്സൈദ. ബെത്സൈദയിലെ ദൈവിക ഇടപെടലാണ്. കർത്താവിൻ്റെ ഇടപെടൽ ബെത്സൈദയിൽ ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 6 മുതൽ 9 വരെ അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഏറിയ നാളായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞു. അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, കിടക്ക് നടക്കാൻ പറഞ്ഞു. ദൈവിക ഇടപെടലിനെ പറ്റിയാണ്. കർത്താവ് ഈ ഇടപെടാനായിട്ട് ഇവിടെ വരികയാണ്. ഈ ദൈവിക ഇടപെടലിന് പല തരങ്ങളുണ്ട്. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ, ഇവിടെ വായിക്കുന്ന ഭാഗം, യേശു അവനെ കണ്ടു, ഏറിയ കാലമായി ഉണ്ട് എന്ന് അറിഞ്ഞു. നമ്മൾ പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ ഒഴിവാക്കപ്പെട്ടവർ, തകർന്നു കിടക്കുന്നവരെ ഒക്കെ ഇടപെടുന്ന ഒരു കർത്താവിനെ കാണാം. നമ്മൾ സ്ത്രീകൾ ഒഴിവാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അവരെ തേടിയെത്തുന്ന ദൈവത്തെപ്പറ്റി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കൂനിയായ സ്ത്രീയെ ഇടപെടുന്ന ദൈവത്തെപ്പറ്റി വായിക്കുന്നുണ്ട്. കുഷ്ഠരോഗിയെ ഇടപെടുന്ന ദൈവത്തെപ്പറ്റി മാർക്ക് 1:40 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. മർക്കോസിന് ശേഷം 3-ാം അധ്യായം 1 മുതൽ ദേവാലയത്തിൽ വെച്ച് വരണ്ട കൈയുള്ളവനെ ഇടപെടുന്നവർ നമ്മൾ വായിക്കുന്നുണ്ട്. തൊഴിലിൽ ഇടപെട്ടത് ആട്ടിടയന്മാർ, മോശം പിടിച്ച തൊഴിലാണ്, അന്ന് ഇൻവാലിഡായിട്ടുള്ള ജോലിയാണ്. അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന കഥയാണ് ലൂക്കോസ് 15. ലൂക്കോസ് 19 ചുങ്കം പിരിക്കുന്നത്, ടാക്സ് കളക്ടർ, ഏറ്റവും മോശം പിടിച്ച പണി. അങ്ങനെയുള്ളവരെ ഇടപെടുന്നു. ചെയ്വന കൊണ്ട് മോശമായി പോയവർ, അധർമ്മം കൊണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 38-ാം വാക്യം, കള്ളനോട് പറഞ്ഞു പറുദീസയിലിരിക്കും. ഇങ്ങനെ പല വഴിയിൽ ഒഴിവാക്കപ്പെട്ട ആളുകൾ, അപ്രസക്തരായി പോയ ആളുകൾ,
അപ്രംശം സംഭവിച്ച ആളുകൾ അവരോടിടപെടുന്ന യേശുവിനെയാണ് പുതിയ നിയമം ഗോസ്പൽ നമുക്ക് വിവരിച്ചിരുന്നത്. കർത്താവ് ഇടപെടുന്ന വഴി ശ്രദ്ധിക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 വാക്കാണ്. ഒന്ന് കണ്ടു, 2 അറിഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 വാക്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചല്ലോ. കുഷ്ഠരോഗിയെ കണ്ടു. കുഷ്ഠരോഗിയെ കണ്ടു. അതെവിടെ വെച്ചാ കണ്ടത്? ചന്തയിൽ വെച്ച് കണ്ടു. ചന്തയിലാണ് സംഭവം. കുഷ്ഠരോഗിയെ കണ്ടു, മനസ്സലിഞ്ഞു. ചന്തയിൽ എന്താണ് കാണുക? നമ്മൾ സാധാരണ ചന്തയിൽ പോയാൽ എന്താ കാണുക? കമ്മോഡിറ്റീസാണ്, സാധനങ്ങളാണ് കാണുക. ചന്തയിൽ വെച്ചുള്ള ഇടപാടുകളൊന്നും റിയൽ ഇടപാടുകളല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ചന്തയിൽ നമ്മുടെ കണ്ണുടക്കുന്നത് മുഴുവൻ സാധനങ്ങളേ ഉള്ളൂ. നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം പാസീവായിരിക്കും, ഒരിക്കലും ആത്മാർത്ഥമായ സംസാരങ്ങളല്ല. കാരണം നമ്മുടെ കണ്ണുടക്കുന്നത് അവിടുത്തെ നല്ല സാധനങ്ങളിലാണ്. അവിടെ ഒഴിവാക്കപ്പെടുന്ന ഒരാളാണ് കുഷ്ഠരോഗി. യേശു ആ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ കണ്ണുടക്കാത്തടത്ത് കണ്ടു. അതാ യേശുവിൻ്റെ കാഴ്ചയുടെ പ്രത്യേകത. നമ്മൾ ഓർക്കൂ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, വരണ്ട കൈയുള്ളവനെ കണ്ടത് പള്ളിയിൽ വെച്ചാണ്. പള്ളിയിൽ എന്താണ് നമ്മൾ കാണുന്നത്? ലിറ്റർജിയാണ് കാണുന്നത്, ആരാധനയാണ് കാണുന്നത്, പ്രാർത്ഥനയാണ് കാണുന്നത്. പക്ഷേ അവൻ കണ്ട പ്രാർത്ഥന ഏതാണ്? വരണ്ട കൈയുള്ള കാഴ്ചയാണ്. ഹിസ് ലിറ്റർജി ഈസ് ദാറ്റ് ക്രിപ്പിൾഡ് വുമൺ. കൂനിയായ സ്ത്രീയാണ് അവൻ്റെ ലിറ്റർജി, അവൻ്റെ കാഴ്ച. അച്ഛന്മാരെ പറ്റി WCCയുടെ ഒരു തീമിൽ പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്, ഹു ഈസ് എ പ്രീസ്റ്റ്? ആരാണ് വൈദികൻ? പ്രീസ്റ്റ് ഈസ് എ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ഈസ് നോട്ട് എ ലിറ്റർജി ബട്ട് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ചൊല്ലുന്ന പ്രാർത്ഥനക്കാരനല്ല അച്ഛൻ, ആ പ്രാർത്ഥനയാണ് അച്ഛൻ. ഈ കാഴ്ചയാണ്. നമ്മൾ ഒരു വലിയ വീട്ടിൽ ചെന്നാൽ, പരീക്ഷ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിരുന്നപ്പോഴാണ് ഒരാളെ കാണുന്നത്. ആ പരീക്ഷ പ്രമാണിയുടെ വീട്ടിലെ ഭക്ഷണത്തിന് ഒരാൾ പോയാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? അവിടെ ശ്രദ്ധിക്കാത്ത ആളാണ് രോഗമുള്ള മഹോദരം എന്ന് പറഞ്ഞാൽ വയറിന് വേദനയുള്ള അസുഖമുള്ള ആളിനെ കാണാൻ പറ്റാത്തിടത്ത് കണ്ടു. യേശുവിൻ്റെ കാഴ്ചയുടെ പ്രത്യേകതയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ എല്ലാം കണ്ട അറിഞ്ഞ ദൈവത്തെ പറ്റിയാണ്. മോശയെ വിളിച്ച് പറയുക, മോശേ 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 വിളിച്ചു പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഭയങ്കര ശക്തമാണ്. അവിടെ വിളിച്ചു എന്നല്ല, അമറി എന്നാണ്. മോശയെ വിളിച്ച് അമറി. എപ്പോഴാണ് നമ്മൾ അമറുക? ഭയങ്കര അപകടം പറ്റി, നമ്മുടെ കുഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ ചാടാൻ തുടങ്ങുന്നു, കരയല്ല, അമറുകയാണ്. ദൈവം മോശയെ വിളിച്ചമറി. എന്താ മറിയത്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കേട്ടു. ഇഷ്ടിയക്കളത്തിൽ അടികൊണ്ട് വീഴുന്നവൻ്റെ കഷ്ടത കണ്ടു. ആ കഷ്ടതയുടെ പേരാണ്, കഷ്ടതയുടെ പ്രതിധ്വനിയായി ദൈവം കഷ്ടതയുടെ പ്രതിധ്വനിയായി. അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു ഹീബ്രു പദം യാദ എന്നാണ്. അറിഞ്ഞു. അവരുടെ കണ്ടു അറിഞ്ഞു. ചവിട്ടുകൊണ്ട് വീഴുന്നവൻ്റെ വേദനയായി ഇവൻ തീർന്നു. യാദ എന്ന് പറഞ്ഞാൽ നോട്ട് കോഗ്നിറ്റീവ് നോളജ്, ഭൗതിക തലത്തിലുള്ള അറിവല്ല, പാർട്ടിസിപ്പേറ്റിംഗ് നോളജ്, അനുഭവിക്കുക. ഇഷ്ടിയക്കളത്തിൽ പ്രാണം പോകുന്നവൻ ആയി ദൈവം മാറി എന്നാണ് യാദ. 38 വർഷം അപ്രസക്തനായി കിടന്നവനെ കണ്ടു അറിഞ്ഞു. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാ സുഹൃത്തെ. ഇന്ന് കോവിഡ് കാലത്ത് തകർന്ന് തരിപ്പണമായവരാണോ നിങ്ങൾ ജീവിതത്തിൻ്റെ പല വ്യതകളിലും സ്വപ്നങ്ങൾ നടക്കാതെ ഭാരപ്പെട്ടവരാണോ? തടസ്സം സംഭവിച്ച് നിൽക്കുന്നവരാണോ? നിങ്ങളുടെ അതേ വേദന അതേ അളവിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ഇവനാണ് കർത്താവ്. ഇവൻ പറയുകയാണ് കണ്ടു അറിഞ്ഞു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? ചോദ്യങ്ങളാണ് കർത്താവിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകത. ചോദ്യങ്ങളാണ്. ഗോഡ് ഹു ഇൻട്രോഗേറ്റ്സ്, ചോദ്യങ്ങൾ ചോദിക്കുന്ന കർത്താവാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായവും 21-ാം അധ്യായവും ഹാഗാറിൻ്റെ ജീവിതകഥയാണ് പറയുന്നത്. അബ്രഹാമിൻ്റെയും സാറയുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ആദ്യം ഗർഭിണിയായപ്പോൾ ഇറങ്ങിപ്പോയി. രണ്ടാമത് 21-ാം അധ്യായത്തിൽ കൊച്ചിനെയും കൊണ്ട്
ഇറങ്ങിപ്പോയി. ഹാഗാറിനോട് ദൈവം, യഹോവയായ ദൈവം ബേർശേബ മരുഭൂമിയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശൂരിൻ്റെ വരി അഴികെ, അതാണ് ശൂരിൻ്റെ വരി അഴികെ. അവൾ പോകുന്നത് മിസ്രൈമിലേക്കാണ്. കൊച്ചിലെ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നതാണ്. തിരിച്ചു പോകുന്നവർക്ക് വഴി തിട്ടമേയില്ല. ഈ കൊച്ച് നിറവയറുമായിട്ട് എവിടെ പോകും? ആ ശൂരിൻ്റെ വഴിയുടെ ഇടുക്കിൽ ജീവിതത്തിൻ്റെ ഭയാനകമായ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവളോട് ചോദ്യം ചോദിച്ച ഒരു യഹോവയെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹാഗാറേ, നീ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? അബ്രഹാം അവളെ വിളിച്ചത് നിന്റെ ദാസി എന്നാണ്. സാറ അവളെ വിളിക്കുന്നത് ദാസി എന്നാണ്. സ്വർഗത്തിലെ ദൈവം ഇൻവാലിഡായിട്ടുള്ള, ഒഴിവാക്കപ്പെട്ട ഹാഗാറിനെ എന്താ വിളിച്ചു? ഹാഗാറെ. ഐഡന്റിറ്റി കാർഡ് കൊടുത്തത് യഹോവയായ ദൈവമാണ്. അടിമയെ, ഇൻവാലിഡിനെ പേര് വിളിച്ചു. ചോദിക്കുന്നു, എവിടാ പോകുന്നത്? നീ എവിടോട്ടാണ് പോകുന്നത്? ഈ ആരാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്? സാറായാണ് ചോദിക്കേണ്ടത്. അബ്രഹാമാണ് ചോദിക്കേണ്ടിയിരുന്നത്. സാറായും അബ്രഹാമും അറിഞ്ഞോണ്ട് ഒഴിവാക്കിയ ചോദ്യം ചോദിച്ചവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവിക ഇടപെടലിൻ്റെ മധ്യത്തിൽ നമ്മൾ പലപ്പോഴും പല ചോദ്യങ്ങൾ ഒഴിവാക്കും. നമ്മൾ ചില ചോദ്യങ്ങൾ മറക്കുമ്പോൾ ആ ചോദ്യം മറക്കാതെ ചോദിക്കുന്നവൻ്റെ പേരെന്താണ്? ദൈവമെന്നാണ്. ദൈവം ഇടപെടുന്നത് ചോദ്യങ്ങളിലൂടെയാണ്. എന്താ ചോദിച്ചത്? ചോദിക്കുന്നത്, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? യേശു ചോദിക്കുന്നു. ജീസസ് ആസ്ക്ഡ് ഹിം ടു ഇന്നർ ഹീലിംഗ്. അവനോട് ചോദിക്കുന്നു, നിനക്കൊരു ആന്തരിക സൗഖ്യത്തിന് ആവശ്യമുണ്ടോ? ഹീ സെഡ് അബൌട്ട് ഫിസിക്കൽ ഹീലിംഗ്. എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. യേശു അവനോട് ചോദിക്കുന്നു, ആർ യു അവൈലബിൾ? he asked about availability of this person, but he said about his inability. എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല, മറ്റൊരുത്തിന് എനിക്ക് മുമ്പായിട്ട് ഇറങ്ങുന്നു. ജീസസ് ആസ്ക്ഡ് about the positivity. നിനക്ക് കിടക്കയെടുക്കാൻ മനസ്സുണ്ടോ? ഒരു ശുഭാപ്തി ചിന്ത നിനക്കുണ്ടോ? he said about his negativity. എൻ്റെ ചുറ്റുമുള്ളവരാരും എന്നെ കുളത്തിലാക്കുന്നില്ല. ജീസസ് ആസ്ക്ഡ് about you. നിന്നെ പറ്റിയാണ് ചോദിക്കുന്നത്. അബൌട്ട് ഹിംസെൽഫ്. അവനെ പറ്റിയാണ് ചോദിക്കുന്നത്. നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? ഈ സെഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ പറ്റിയാണ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നോട് വ്യക്തമായി നമ്മളോട് ഓരോ ചോദ്യവും ദൈവം ചോദിക്കും. ദൈവത്തിൻ്റെ ചോദ്യം ക്രിയാത്മകമായി രക്ഷപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യം യേശു അവനോട് ചോദിക്കുന്നു. ദൈവിക ഇടപെടലിൻ്റെ, ഇൻ്റർവെൻഷൻ്റെ പ്രത്യേകത ചോദ്യമാണ്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. ഉടൻ അവൻ പറയുന്ന ഒരു വാക്കാണ്. യേശു അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. എന്താ അതിൻ്റെ അർത്ഥം? നീ കിടക്കയെടുത്ത് നടക്കാം. അവൻ്റെ പരിമിതികളാണ് പറയുന്നത്. ദൈവം ഇടപെടുമ്പോൾ, കർത്താവ് ഇടപെടുമ്പോൾ നമ്മുടെ പരിമിതികൾ ഒരു പ്രതിസന്ധിയേ അല്ല. അസാധ്യതകളെയും സാധ്യമാക്കി തീർക്കുന്നവൻ്റെ പേരാണ് യേശു. പ്രൈസ് ദ ലോർഡ്. ഏത് പ്രതിസന്ധിയെയും നമ്മോടൊപ്പം കൂടെ തരണം ചെയ്യുന്നവൻ്റെ പേരാണ് യേശു. അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അവന് രണ്ടർത്ഥമാണ്. ഒന്ന്, ചേഞ്ച് യുവർ പെർസെപ്ഷൻ. നിന്റെ കാഴ്ചപ്പാട് മാറ്റൂ എന്നാണ്. നിന്റെ കാഴ്ചപ്പാട് മാറ്റൂ. നീ കാണുന്നത് ആരെയാണ്? ഈ കുളത്തിൻ്റെ 5 മണ്ഡപങ്ങളിൽ കാണുന്ന ആളുകൾ ആരാണ്? കാല് വയ്യാത്തവര്, പക്ഷപാതം പിടിച്ചവര്, പലതരത്തിലുള്ള രോഗികളെ, ലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളവരെയാണ് കാണുന്നത്. നിന്റെ കാഴ്ച മാറ്റുമ്പോൾ മാത്രമേ, നിന്റെ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ മാത്രമേ നിനക്ക് സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടാനായിട്ട് സാധ്യമുള്ളൂ. 2 ഓപ്ഷനേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്ന്, നിനക്കിവിടെ കിടക്കാം, ഇനി അടുത്തൊരു 38 വർഷം കൂടെ കിടക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തു പോകാം. ഒന്നിവിടെ കിടക്കാം, 2 പുറത്തു പോകാം. അവൻ രണ്ടാമത്തെ ഓപ്ഷനാണ്. അവൻ കിടക്കയെടുത്ത് നടന്നു. ചേഞ്ച് യുവർ പെർസെപ്ഷൻ. നിന്റെ കാഴ്ചപ്പാടിനെ മാറ്റൂ. 2, ചേഞ്ച് യുവർ പ്രമിസസ്. നിന്റെ പരിസരത്തെ മാറ്റൂ. നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റൂ. ആർ യു റെഡി ടു ടേക്ക് അപ്പ് യുവർ മാറ്റ്? നിന്റെ കട്ടിലെടുക്കാൻ
നിന്റെ കിടക്കയെടുക്കാൻ നിനക്ക് തയ്യാറുണ്ടോ? ഞാനുണ്ട്. ഒരു ഗുണമുണ്ട്, നീ ഇൻവാലിഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ നീ കാണുമ്പോൾ, നീ അവരുടെ മുമ്പിൽ ഈ കിടക്കയെടുക്കുമ്പോൾ 1000 പേര് ഇനിയും കിടക്കയെടുക്കാനായിട്ട് വരും. 1000 പേർക്ക് നീ പ്രചോദനമായി മാറും. 3-ാമത്തെ ധ്യാനം ഇതാണ്, ദ വൂൺസ് ഓഫ് ബെത്സൈദ. ബെത്സൈദായുടെ മുറിപ്പാടുകളാണ്. ബെത്സൈദായുടെ മുറിപ്പാടുകൾ. യേശു അവനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ഹീലിംഗ് ബിയോണ്ട് ദ ലോ. ശബത്ത്, നമ്മൾ ആ ഭാഗം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഒന്നിച്ചാണ്, 9-ാം വാക്യം ഒന്നിച്ചാ. കിടക്കെടുക്ക് നടക്ക എന്ന് പറഞ്ഞു. അവൻ കിടക്കെടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. അപകടകരമായ പ്രസ്താവനയാണ് യേശു നടത്തിയത്. യേശു നടത്തിയ അപകടകരമായ, മരണകരമായ പ്രസ്താവന. ഒരാളെ രക്ഷിക്കാൻ മരണകരമായ പ്രസ്താവനകൾ നടത്തേണ്ട വരും, മരണകരമായ ഇടപാടുകൾ നടത്തേണ്ട വരും. അവനാണ് യേശു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആര് നിന്നോട് പറഞ്ഞു കിടക്കയെടുക്കാൻ? 2-ാമത്തെ ഈ ചോദ്യം, ഈ മുറിപ്പാടുകൾ വരുന്ന വഴി ശ്രദ്ധിക്കൂ. 14-ാം വാക്യത്തിൽ യേശു അവനോട് പറയുന്ന വാക്കുണ്ട്, നോക്കൂ, നീ സൗഖ്യമായല്ലോ. ലുക്ക്, യു ആർ വെൽ. നീ സൗഖ്യമായല്ലോ. മുറിപ്പാടുകൾ വരുന്ന 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അവൻ കിടക്കയെടുത്ത് നടന്നത് തിരിച്ചറിയുന്ന നിമിഷമാണത്. പലപ്പോഴും നമ്മൾ സൗഖ്യമായി, പക്ഷെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നത് എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ചാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദേവാലയത്തിൽ വെച്ച് അവൻ തിരിച്ചറിഞ്ഞു. യേശു അവനോട് പറയാണ്, നീ ഇപ്പോഴാണ് സൗഖ്യമായത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പല രീതിയിൽ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ സൗഖ്യമായത് മുഴുവൻ ഒരു ശാരീരിക സൗഖ്യമോ അതിനപ്പുറമോ ഒതുങ്ങുമ്പോൾ ദേവാലയത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥ സൗഖ്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സൗഖ്യം എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ആരാധനയുടെ മധ്യത്തിലാണ്. ഇവൻ വരികയാണ്, അവനോട് പറയാണ്, നീ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ, നോക്കൂ, നിനക്ക് സൗഖ്യമായി. സൗഖ്യമായിട്ട് സൗഖ്യമായതറിയാതെ കിടക്കയെടുത്ത് നടക്കുന്നവനോട് പറയുന്ന വാക്കാണ് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അവയർനെസ്. തിരിച്ചറിയുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നാം നമ്മുടെ പാപത്തിൽ മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. നാം നമ്മുടെ പാപത്തിൽ മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക്, പ്രൈസ് ദി ലോർഡ്, സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരാൽ, ബിക്കോസ് ഓഫ് ഹിസ് വൂണ്ട്സ്, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ബെത്സദായിലെ സൗഖ്യത്തിൻ്റെ കഥകൾ 3 ധ്യാന ചിന്തകളാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. എന്താണ് പറഞ്ഞത്? ബെത്സദായിലെ നിർഭാഗ്യവാനെ പറ്റിയാണ്. അൺഫോർച്ചുനേറ്റ്. അവൻ അപ്രസക്തനാണ്, ഇൻവാലിഡ്. അവൻ റിയാലിറ്റി ജീവിക്കുന്നവനല്ല, അവൻ ദൂരെ അപ്രസക്തനായി പോയവനാണ്. അവനെ കണ്ടെത്തി. ബെത്സയിദയിലെ ഇൻ്റർവെൻഷനാണ്, ഇടപെടലാണ്. അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവനെ തേടി വന്ന് അവനോട് പോസിറ്റീവ് കാര്യം പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം മുറിവുകളേക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ചോരയെ തന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ്റെ പുണ്യാഹ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞവനാണ്. നീ അവന് വേണ്ടി എന്ത് ചെയ്യും? അവന് വേണ്ടി മുറിവേൽക്കാൻ തയ്യാറാണ്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ അച്ഛന്മാർ പറയുന്ന വാക്കാണ്, നിങ്ങളും പോയി ഇതുപോലെ ചെയ്യുവീൻ. എന്താണ്? മുറിവേൽക്കുവീൻ, മുറിക്കപ്പെടുവീൻ, തകർക്കപ്പെടുവീൻ, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിപ്പീൻ, മറ്റുള്ളവരോട് കൂടെ നിപ്പീൻ, യേശു കർത്താവിൻ്റെ വാക്കുകൾ ഉച്ചരിപ്പീൻ.
നല്ല സമൂഹമായി, രക്ഷ കൊടുക്കുന്ന സമൂഹമായി തീരുകയും. അതല്ലേ കർത്താവ് നമ്മോട് പറയുന്നത്.